നോക്കൂ, കേരളത്തിലേത് വളരെ സവിശേഷമായ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന നിലയ്ക്ക് ഒരു മത്സരം നടക്കാത്ത സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല, പശ്ചിമ ബംഗാളിൽ ഇന്ത്യ മുന്നണി മത്സരിക്കുന്നില്ല, അതേപോലെ പഞ്ചാബിൽ ഇന്ത്യ മുന്നണി മത്സരിക്കുന്നില്ല. അത് ഇന്ത്യ മുന്നണിയുടെ പ്രഖ്യാപിതമായ ഒരു നിലപാടാണ്. ഇവിടെ നിശ്ചയമായും നമുക്ക് പറയാം, ഒരു ത്രികോണ മത്സരമാണ് എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നത് എന്ന്. അപ്പോൾ പോലും ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക്, അഥവാ ബി ജെ പി നേതൃത്വം നൽകുന്ന NDA എന്ന മുന്നണിക്ക് പരമാവധി ഒരു 15% വോട്ടൊക്കെയാണുള്ളത്. എന്നാൽ നിശ്ചയമായും ഏതാനും ചില മണ്ഡലങ്ങളിൽ അവരൊരു ശക്തി തന്നെയാണ്. ഏതാണ്ട് 2.5 ലക്ഷത്തിനും 3 ലക്ഷത്തിനുമൊക്കെ ഇടയ്ക്ക് വോട്ട് 2019 BJP സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടുമുണ്ട്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും പ്രധാനമായും മത്സരം നടക്കുന്നത് LDFനും UDFനും ഇടയിൽ തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഇവിടെ വലിയ തോതിൽ പിണറായി വിജയന് രാഹുൽ ഗാന്ധിയെ ആക്രമിക്കേണ്ടി വരും, അറ്റാക്ക് ചെയ്ത് സംസാരിക്കേണ്ടി വരും. അതിൻ്റെ കാരണം എന്തുവാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ഇപ്പം നമുക്കറിയാമല്ലോ, പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷത്തിന് വലിയ സാധ്യതയൊന്നുമില്ല. അത്ഭുതകരമായി ഒരു സീറ്റ് കിട്ടിയാലായി. അവിടെയും അത്തരമൊരു പ്രതീക്ഷ ഇടതുപക്ഷം വെച്ച് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ത്രിപുരയിലും വളരെ മോശപ്പെട്ട സ്ഥിതിയാണ്. അവിടെ നിന്നും ഇടതുപക്ഷത്തിന് വിജയിച്ചു വരാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണ 2 സീറ്റ് ലഭിച്ചു. ആ 2 സീറ്റ് ഇക്കുറിയും തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു DMK തരംഗം തന്നെ തമിഴ്നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നാളെ 102 മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ഒരു മണ്ഡലം രാജസ്ഥാനിലെ സിക്കാറാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ പിന്തുണയിൽ ജയിച്ചു വരാമെന്ന് CPM പ്രതീക്ഷിക്കുന്നു. പക്ഷേ 2024 ഈ തെരഞ്ഞെടുപ്പിൽ ഏക പ്രതീക്ഷ ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, CPMനെ സംബന്ധിച്ച് കേരളം മാത്രമാണ്. അവിടെ കേരളത്തിൽ അവർ ഫൈറ്റ് ചെയ്യുന്നത് പ്രധാനമായും UDFനെതിരായിട്ടാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇനിയുള്ള ദിവസങ്ങളിൽ UDFനെതിരായിട്ട് സുപ്രധാനമായും UDFൻ്റെ കേരളത്തിൽ മത്സരിക്കുന്ന നേതാവ് എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് മുനമൂർച്ചയുള്ള വിമർശനങ്ങൾ പിണറായി വിജയന് പറയേണ്ടി വരും. പ്രാഥമികമായും അദ്ദേഹത്തിൻ്റെ ആക്രമണം രാഹുൽ ഗാന്ധിക്കെതിരെ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിലൊരു സംശയവുമില്ല. അത് ഈ സംസ്ഥാനത്തെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അനിവാര്യതയാണ്. ഇപ്പോൾ 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഇടതുപക്ഷത്തിനുണ്ടായല്ലോ. 20 സീറ്റിൽ 19 സീറ്റാണ് അന്ന് UDF നേടിയത്. അതിൻ്റെ പ്രാഥമിക കാരണമായി പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് വഴി സംസ്ഥാനത്തുടനീളം ഉണ്ടായിട്ടുള്ള ഒരു കോൺഗ്രസ് തരംഗം, ഒരു രാഹുൽ തരംഗം നിശ്ചയമായും വലിയ തിരിച്ചടിയാണ് ഇടതുപക്ഷത്തിനുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള മുൻകരുതൽ സ്വാഭാവികമായും ഇടതുപക്ഷ നേതൃത്വത്തിന് എടുക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ ശക്തമായ വിമർശനം പിണറായി വിജയൻ ഉന്നയിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് മോദിക്കെതിരായിട്ട്, BJPക്കെതിരായിട്ട്, NDAക്കെതിരായിട്ട് ഇടതുപക്ഷത്തിനൊരു നിലപാടില്ല എന്നോ, അല്ലെങ്കിൽ അവരോടുള്ള വിമർശനം ഇടതുപക്ഷം മറച്ചു വെക്കുകയാണെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഒരു വിലയിരുത്തൽ അസാധ്യമാണ്. കേരളത്തിലെ കാര്യം തന്നെ നമ്മൾ എടുത്താൽ നോക്കൂ, ഇപ്പോൾ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും BJPയെ പ്രതിരോധിക്കാൻ വേണ്ടി ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് CPM ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കോ CPI ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കോ തീരുമാനമെടുത്ത് അവരുടെ സഖാക്കൾ അല്ലെങ്കിൽ അവരുടെ കേഡർമാർ പോയി ക്രോസ് വോട്ട് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. ഇടതുപക്ഷത്തിൻ്റെ അനുഭാവികൾ പല മണ്ഡലങ്ങളിലും, ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ 2014 അതിശക്തമായ പോരാട്ടമാണ് തിരുവനന്തപുരത്ത് ഓരാജ് പോലെ കാഴ്ചവെച്ചത്. 10,000 വോട്ടിനാണ് അന്ന് ശശി തരൂർ ജയിക്കുന്നത്. അവിടെ വളരെ പിന്നിലായിരുന്നു CPIയുടെ സ്ഥാനാർത്ഥി. അന്ന് ഇടതുപക്ഷ അനുഭാവികൾക്കറിയാം, അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ സ്വാഭാവികമായും വിജയിച്ചു വരിക രാജഗോപാലായിരിക്കും എന്നറിയാം. ആ രീതിയിൽ അവിടെ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, അത് CPM കേഡർമാരോ CPI കേഡർമാരോ അല്ല ചെയ്യുന്നത്. ഈ രാഷ്ട്രീയ സാഹചര്യത്തെ നന്നായി വിലയിരുത്തുന്ന ഇടതുപക്ഷ അനുഭാവികൾ പല മണ്ഡലങ്ങളിലും അത്തരത്തിൽ ക്രോസ് വോട്ടിംഗ് ചെയ്ത് BJPയെ തടഞ്ഞിട്ടുണ്ട്. ഇപ്പം കാസർഗോഡ് മഞ്ചേശ്വരം നമുക്കറിയാവുന്നതാണ്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് എപ്പോഴും ജയിച്ചു വരുന്നത്. എന്തുകൊണ്ടാണ്? അവിടെ CPMൻ്റെ അനുഭാവികൾ, CPIയുടെ അനുഭാവികളൊക്കെ ഈ BJPയെ വളർന്നു വരുന്നത് തടയാൻ, അല്ലെങ്കിൽ BJP ജയിച്ചു വരുന്നത് തടയാനായിട്ട് ക്രോസ് വോട്ടിംഗ് ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിലൊക്കെ അതിശക്തമായി BJP കടന്നു വരുന്നതിനെ തടയാൻ കേരളത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്, അതായത് സ്വന്തം സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് മറക്കാൻ പറ്റുമോ? നേമത്ത് എന്താ സംഭവിച്ചത്? നേമത്ത് സംഭവിച്ചത് അന്ന് ഏറ്റവും മോശപ്പെട്ട സ്ഥാനാർത്ഥിയെ സുരേന്ദ്രൻപിള്ള അവിടെ മത്സരിച്ചത്. ആ സുരേന്ദ്രൻപിള്ളയാണ് UDF ഇറക്കിയത്. എന്താ സംഭവിച്ചത്? 67,000 വോട്ടാണ് അന്ന് രാജഗോപാൽ പിടിച്ചത്. 59,000 വോട്ടാണ് അന്ന് ശിവൻകുട്ടി പിടിച്ചത്. എത്ര വോട്ടാണെന്ന് UDF സ്ഥാനാർത്ഥി കിട്ടിയത്? 13,860 വോട്ട്. അക്കം നമ്മൾ മറക്കില്ല. കാരണം അത്ര മോശം പ്രകടനമാണ് UDF അവിടെ കാഴ്ചവെച്ചത്. അതുകൊണ്ടാണ് നേമത്ത് രാജഗോപാൽ ജയിച്ചു വന്നത്. 2021 അതിൻ്റെ പ്രായശ്ചിത്തം ചെയ്യാൻ വടകരയിൽ നിന്ന് K മുരളീധരൻ നേമത്ത് പോയി മത്സരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇടതുപക്ഷത്തിന് മോഡിയോടും NDAയോടും BJPയോടുമുള്ള വിമർശനങ്ങളിൽ അവരേതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, അതിശക്തമായി NDAയെ അല്ലെങ്കിൽ BJPയെ ഫൈറ്റ് ചെയ്തിട്ടുള്ള പാർട്ടി കൂടിയാണ് ഇടതുപക്ഷം. ഇപ്പം നോക്കൂ, ദേശീയ തലത്തിൽ എപ്പോഴൊക്കെ, ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്, ദേശീയ തലത്തിൽ എപ്പോഴൊക്കെ ഇടതുപക്ഷം ശക്തിപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ BJP അധികാരത്തിൽ നിന്ന് അകറ്റി
നിലനിർത്തപ്പെട്ടിട്ടുണ്ട്. അത് 1977 സംഭവിച്ചിട്ടുണ്ട്, പിന്നെ 96 സംഭവിച്ചിട്ടുണ്ട്, 2004 സംഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ ചുക്കാൻ പിടിച്ചിട്ടുള്ള CPM ആണ്. 2004 എന്താ സംഭവിച്ചത്? 2004 കോൺഗ്രസ് ഒറ്റക്കക്ഷിയായി വിജയിച്ചു വന്നപ്പോഴുണ്ടല്ലോ, ഞാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. 10 ജൻപത്തിൽ നിന്ന് സോണിയാഗാന്ധി അപ്പോൾ തന്നെ തൻ്റെ കാറിലിറങ്ങി ആദ്യം പോകുന്നത് ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ വീട്ടിലേക്കാണ്. ഞാനത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. പിന്നീട് സുർജിത്താണ് അവിടെ നിന്നുകൊണ്ട് UPA എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ അധികാരത്തിലേറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആവിഷ്കരിച്ചത്. ആ അർത്ഥത്തിലൊക്കെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനം ദേശീയ തലത്തിൽ പിന്നെ ഒരു ബദൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് നല്ല രീതിയിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷം ഒരു അനിവാര്യതയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. BJPക്കെതിരായി പ്രത്യേകിച്ച് അവരുടെ BJP വിരോധത്തെയും BJPക്കെതിരായിട്ടുള്ള അവരുടെ നിലപാടിനെയും ആരും തന്നെ സംശയിക്കേണ്ട ഒരു സാഹചര്യം ഇതുവരെ അവരുണ്ടാക്കി. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട്, ഇപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചു ഈ 2024 എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. 2024 എന്ന് പറയുന്നത് 2019 പോലെയല്ല. 2019 ഇന്ത്യ എന്ന് പറഞ്ഞൊരു സഖ്യമൊന്നുമില്ല. 2024 പക്ഷേ അത്തരത്തിലൊരു സഖ്യമുണ്ട്. ആ സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായിട്ടുള്ള രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഒന്നാമത് മത്സരിക്കാൻ വരരുതായിരുന്നു. ഇനി അഥവാ മത്സരിക്കാൻ വന്നാൽ തന്നെ രാഹുൽ ഗാന്ധി സ്വീകരിക്കേണ്ട ഒരു പോസ്റ്ററിംഗ് ഉണ്ട്. അത് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്ററിംഗാണ്. ഇവിടെ വന്നിട്ട് വയനാട്ടിൽ ഒരു സ്ഥാനാർത്ഥി എന്ന ചുരുങ്ങിക്കൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെയും കേരളത്തിലെ ഇടതുപക്ഷത്തെയും വിമർശിക്കാൻ രാഹുൽ ഗാന്ധി നിന്നുകൂടാ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് കെ സുധാകരൻ ചെയ്യുന്നുണ്ടല്ലോ, അത് കെ മുരളീധരൻ ചെയ്യുന്നുണ്ടല്ലോ, അത് VD സതീശനും രമേശ് ചെന്നിത്തലയും ചെയ്യുന്നുണ്ടല്ലോ. ആ അർത്ഥത്തിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് രാഹുൽ ഗാന്ധി നടത്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ മാത്രമല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ നമ്മൾ വളരെയധികം വിമർശിച്ച ഒരു പരിപാടിയാണല്ലോ കേരളത്തിലെ ഈ നടന്ന പിന്നെ നവകേരള സദസ്സ് എന്ന് പറയുന്നത്. നവകേരള സദസ്സിൽ 2-3 മാസം മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം കൂടി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് നടത്തിയ പ്രചാരണമാർക്കെതിരായിട്ടായിരുന്നു. അത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടായിരുന്നു, അത് നരേന്ദ്രമോദിക്കെതിരായിട്ടായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ എങ്ങനെയാണ് സംസ്ഥാനത്തെ പീഡിപ്പിക്കുന്നത്, സാമ്പത്തികമായി ഞെരുക്കുന്നത് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റു പല കാരണങ്ങളാൽ ആ വാർത്തയിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചെങ്കിൽ പോലും അടിസ്ഥാനപരമായി BJP സർക്കാരിനെതിരായിട്ടുള്ളൊരു പ്രചാരണമാണ് സംഘടിപ്പിക്കപ്പെട്ടിരുന്നത്. ആ കാര്യം നമ്മൾ കാണാതെ പോകരുത്. ഗവർണറുമായി ബന്ധപ്പെട്ട് കേരളം കേസിന് പോയില്ലേ? അത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വലിയ ഫൈറ്റല്ലേ, ഒരു ലീഗൽ ഫൈറ്റല്ലേ നടത്തിയത്? അതേപോലെ ഫെഡറൽ സംവിധാനം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ സാമ്പത്തികമായ പരാധീനത സൃഷ്ടിക്കുന്നതിനെതിരായിട്ട് കേരളം സുപ്രീം കോടതിയിൽ പോയില്ലേ? അതൊരു വലിയ ഫൈറ്റല്ലേ നടത്തിയത്? ആ അർത്ഥത്തിലൊക്കെ രാജ്യത്തെ ഈ വളർന്നു വരുന്ന ഹിന്ദുത്വ പുനരുത്ഥാന ശക്തികൾക്കെതിരായി വലിയ പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് മുൻകൈ എടുത്തിട്ടുള്ള, എക്കാലവും നിലപാടെടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ. പക്ഷേ ഇന്ന് കേരളത്തിൽ ഒരു വ്യത്യസ്തമായ സാഹചര്യമാണ്. അവർക്ക് കേരളത്തിൽ കോൺഗ്രസിനെയാണ് നേരിടേണ്ടി വരുന്നത്. ആ കോൺഗ്രസിനെ നേരിടേണ്ടി വരുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രധാന മുഖമായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് തന്നെ സംസാരിക്കേണ്ടി വരും. ആ കാര്യം അതൊരു ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്, അതവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നവും കൂടിയാണ്. ആ അർത്ഥത്തിൽ പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ തന്നെയാണ് ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും വിമർശിക്കാൻ പോകുന്നത്. അത് പിണറായി വിജയൻ മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ ആളുകളെല്ലാം തന്നെ കോൺഗ്രസിനെയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തെയും കോൺഗ്രസിൻ്റെ നയങ്ങളെയും എതിർത്തുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഫൈറ്റ് ചെയ്യുക. കാരണം അത് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രഖ്യാപിത നിലപാടാണ്. ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു സാധനം കേരളത്തിലില്ല. അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവിനെതിരായിട്ട് ആ ശത്രു കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ ഇടതുപക്ഷം സംശയിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യ ശത്രു ആരാന്നേ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മുഖ്യ ശത്രു എന്ന് പറയുന്നത് ഇടതുപക്ഷം തന്നെയാണ്. കേരളത്തിലെ ഓരോ കോൺഗ്രസ് നേതാക്കളും നിരന്തരം പിണറായി വിജയനെതിരായിട്ടും CPMനെതിരായിട്ടും ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടും തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ നാണയത്തിൽ തന്നെയാണ് സ്വാഭാവികമായും ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വവും അവരുടെ പ്രതികരണങ്ങൾ വരിക. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇത് ആവർത്തിക്കാനാണ് സാധ്യത. ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, പിണറായി വിജയനെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്നാണ് എൻ്റെ നിലപാട്. Meet the editors.